ഹായ് ഫ്രണ്ട്സ്, പപ്പിയാണ്. അപ്പോൾ നമ്മളെ ഇവിടുന്ന് നമ്മളെ ജനലും കട്ടിലൊക്കെ എടുക്കുക കേട്ടോ. ഞാനും അപ്പം നമ്മളെ സഹോദരനുമുണ്ട്. ഞാനും സഹോദരനും കൂടെ വന്നത്. അപ്പം അവൾ സ്കൂളിൽ പോയിട്ട് കറക്റ്റ് വരികയും ചെയ്യും. ബാക്കി പൈസ കൊടുക്കട്ടെ. എപ്പോഴാ ഒന്നിച്ചാ ഇനി ഒന്ന് നമ്മളെ വണ്ടിയൊക്കെ ആ ജനലും കട്ടലും ഒന്ന് കാണിച്ചു കൊടുക്കും. ശ്രീകുമാറിന്റെ പുത്രനാ അത് കേട്ടോ. ഇപ്പം വെച്ചെടുത്ത് തന്നെ പോയി. കരിവേലകം അത് എന്നാ തടിയാന്ന് ചോദിച്ചാ നേരെ ആക്കണ്ടടാ. ചേട്ടായി അവിടെ നിന്ന് കുത്തി കേട്ടായി. അവിടെ കുത്തി അടിയായാലും മേലാലാണ്. ഇങ്ങനെ നേരെ ആക്കണ്ടത്. നേരെ അങ്ങോട്ട് കൊണ്ടു വാതിൽ വഴി പോണ്ടേ. ഞാനും വീട്ടിലുണ്ടോ? നമ്മളെ ഇപ്പം ഇതെല്ലാം മേടിച്ച് ഇതാണ് നമ്മുടെ മെയിൻ സാധനം, മെയിൻ കെട്ടള. അതുള്ളത് ഇപ്പം ഇതാണ് നമുക്ക് മാറ്റേണ്ട സാധനം. ഇത് തന്നെ ഇതെല്ലാം പോയി. ഇത് തന്നെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ദ്രവിച്ചുണ്ട്. നമ്മുടെ ജനലിൻ്റെ വരവ് മതി. ഇതെല്ലാം നമുക്ക് മാറ്റണ്ട. പിന്നെ ഒരെണ്ണം കൂടെ ഉള്ളു അല്ലേ? നമ്മളെ ഒന്നല്ല എല്ലാം പോയത്. അത് ഇത് കണ്ടത് ഇതെല്ലാം ഇത് ഒന്നുപോലായി. ഒരു ജനല് ഉണ്ട്. ഇതും അത് തന്നെ, രണ്ട് ജനൽ. പിന്നെ നമ്മളത് അടുക്കള ഒരു ജനൽ. ഇവിടെ 4, 5, 6 ആറാമത്തെ ജനൽ. അപ്പം നമ്മൾ ഈ ജനൽ നമ്മൾ മാറ്റും കേട്ടോ. ഈ ജനൽ ഇവിടെ മാറ്റിയിട്ട് നമ്മൾ സ്റ്റെയർ റൂമിൻ്റെ അവിടെയായിട്ടാണ് നമ്മൾ ഒരു ജനൽ ഇനിയിപ്പോൾ അവിടെ കൊടുക്കണം. അതിനാണ് നമ്മളിപ്പോൾ 7 ജനൽ എടുക്കുക കേട്ടോ. 7 ജനൽ. ഇത് അടുക്കളയുടെ അല്ല, ചെറിയ ജനൽ അടുക്കളയുടെ. പിന്നെ ജനൽ നമ്മുടെ മെയിൻ കട്ടള ഇതാ കേട്ടോ. ഇത് പിന്നെ അല്ലാതെ അടിക്കുക. അപ്പം ഇതിപ്പോൾ നമ്മൾ സ്റ്റെയർ റൂമിനും അടുക്കളയ്ക്കും ഈ വാതിക്കലും ആണ് ഇപ്പം നമ്മൾ ഇതെടുത്തത്. ഇനി ഇവിടെയൊക്കെ നമ്മൾ വരിക എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വാതിൽ കൊടുക്കുന്നത് നമ്മളെ സാധാരണ ഈ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ കഥകാരിക്കും ഇവിടെ പോകും. ഈ ജനൽ കേട്ടോ. അതെ, ഇതൊന്നും ഒരു കുഴപ്പമില്ലാത്ത ജനലാണ് കേട്ടോ. അതെ, ഇതെല്ലാം ഇനി മാറ്റുക. അതായത് നമ്മളെ ഇതുണ്ട്, ചെതൽ കയറിയെല്ലാം പൊള്ളയായി. അതുപോലെ അടിയെല്ലാം പോയി. ഇതാണ് നമ്മുടെ പരിപാടി തുടങ്ങിയിരിക്കുക. അപ്പം ഇനിയിപ്പം നമുക്ക്
2-3 മാസം 1-2 മാസം കൂടിയിരിക്കുമ്പോൾ എന്തെങ്കിലും പരിപാടി മുന്നോട്ട് നമുക്ക് പോകത്തുള്ളൂ. കാരണം അപ്പോഴേ നമ്മൾ എന്തെങ്കിലും ഫണ്ട് നമുക്ക് ആകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇനി കുറച്ച് എങ്ങനെയെങ്കിലും ഈ മഴയ്ക്ക് മുന്നേ കയറാനായിട്ട് ഞാൻ ശ്രമിക്കും. അപ്പം നമ്മുടെ ജനലെല്ലാം പൊളിച്ച് മാറ്റും കേട്ടോ. ജനലും കട്ടളയും എല്ലാം പൊളിച്ച് മാറ്റും. ചേട്ടായി അത്രയൊന്നും അടിക്കുന്നു. നമ്മൾ ഇവിടുത്തെ ജനൽ മാറ്റി. ഇനിയിപ്പോൾ ഇവിടെ ജനൽ വെക്കുന്നില്ല, ഇവിടെ അങ്ങ് കെട്ടി അങ്ങ് അടയ്ക്കുക. ജനൽ പകരം നമ്മൾ മേളിലേ വെക്കുന്നത്. നമ്മുടെ സ്റ്റെയർ റൂമിൻ്റെ ആ ജനലെടുത്ത് മാറ്റി, ഇവിടുത്തെ ജനലെടുത്ത് മാറ്റി. നമ്മളുടെ ഈ ജനൽ ഇവിടുത്തെ ജനലെല്ലാം എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് എടുക്കാവുള്ളില്ല. അടുക്കളയിൽ ജനൽ എടുക്കാറുണ്ട്. അടുക്കളയിൽ ജനൽ എടുത്ത് മാറ്റാറുണ്ട്. ഇവിടെ അടിയിൽ കാണും. അടിയിൽ ഉണ്ടെങ്കിൽ ഇതായിരിക്കും. ഇവിടെ കണ്ട ഒരു വർക്ക് ഇവിടെ കേട്ടത് ഇത് തന്നെ. അതൊന്ന് അടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും അല്ലേ. ഇനി നമുക്കത് ഇതിങ്ങനെ എടുത്ത് മാറ്റാനുണ്ട് കേട്ടോ. ഇതിങ്ങനെ എടുത്ത് മാറ്റണം. ഇത് മാറ്റാനുണ്ട്, ആ ജനൽ മാറ്റാനുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ജനൽ നമ്മളെല്ലാം മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ജനൽ അതായത് 3 പാളിയുടെ 3 പാളിയുടെ 2 എണ്ണം, പിന്നെ അതുകൂടാതെ അടുക്കള വെക്കാനായിട്ടൊരു 3 പാളിയുടെ. പിന്നെ ഇതാണ് നമ്മളെ മെയിൻ ഡോറ് കേട്ടോ. ഇതാണ് നമ്മളെ മെയിൻ ഡോറ്. പിന്നെ അതുകൂടാതെ ഒരെണ്ണം അടുക്കളയ്ക്ക്, ഒരെണ്ണം സ്റ്റെയർ റൂമിന്. പിന്നെ നമ്മൾ അകത്ത് വരുന്ന റൂമിലൊക്കെ നമ്മൾ മറ്റേ ഈ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ കടകായിരിക്കും നമ്മൾ ഈ മുറിയിലും അടുക്കളയിലും ബാത്റൂമിലെല്ലാം വെക്കുന്നത്. നമ്മളിപ്പം 3 കട്ടളയും 7 ജനലും കൊണ്ടുവരണം. നമ്മൾ ചേട്ടായി ഞാനിവിടെ രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ഈ പരിപാടി. ഒതുങ്ങി ഇതുണ്ട്, ഇതെല്ലാം പോയായിരുന്നു അവരായി. നമ്മൾ ജനൽ കുഴപ്പമില്ല, പക്ഷെ നമ്മളെ പണി ടൈറ്റായിട്ടല്ല നമ്മൾ പണിത് വെച്ചിരിക്കുന്നത്. അത് കാരണം ഇതുണ്ട്, ഇതാണ് നമ്മൾ ചുറ്റിയൊക്കെ അടിച്ചപ്പം ഇത് പോയി നോക്കിയേ. ഇതാണ് നമ്മുടെ പെരയിൽ ഇരുന്ന ജനൽ കേട്ടോ. പോയി അവിടെ പറഞ്ഞാൽ ഉന്തി മറിച്ചിട്ടുണ്ട്. അതൊക്കെ പിടിച്ച് ഇങ്ങോട്ട് മാറ്റാനുണ്ട്. അപ്പം പൊടിയായതുകൊണ്ടാണ് പിള്ളേരോടൊന്നും ഇങ്ങോട്ട് വരേണ്ടത്. കാരണം ഇഷ്ടംപോലെ പൊടിയെന്ന് പറഞ്ഞാൽ തുമ്മി ഉൾപ്പാട് വന്നു കേട്ടോ. അയ്യോ, അപ്പം മോന്തയ്ക്ക് ഇഷ്ടം മതി. നമ്മുടെ വണ്ടിയെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. പൊടി ലാഭിച്ച പൊടിയാണ്. ഇനിയിപ്പോൾ നമുക്കത് മാറ്റമുണ്ട്. അതെല്ലാം മാറ്റി വരും. നമ്മൾ ജനലെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ജനൽ സെറ്റ് ചെയ്യാനായിട്ട് ഇനിയിപ്പം ഒരാഴ്ച എടുക്കും. കാരണം അവർ 2-3 മാസം കഴിഞ്ഞാൽ വരത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തുടങ്ങത്തുള്ളൂ കേട്ടോ. ഇവിടെ ഒരുമാതിരി തെളിഞ്ഞു. അല്ല, കൈ പൊങ്ങത്തല്ലേ, ഇത് നമുക്ക് ശീലമില്ലാത്ത പരിപാടിയല്ലേ. നമ്മുടെ കൈയുടെ ഇവിടെയൊക്കെ നീരായിരിക്കും. ഇനിയിപ്പോൾ ചിലപ്പോൾ 2 പേർക്ക് ഈ മേളത്തെ ക്ലാമ്പ് അടിച്ച് പൊക്കാനറിയ. ഇങ്ങനെ നമ്മൾ പൊക്കി വെച്ചടിക്കാനറിയ ഭയങ്കര ഇതാണ്.
നമ്മളിതൊക്കെ പുതിയ ജനൽ വെച്ച് കേട്ടോ, അടുക്കളയുടെ ജനൽ. ഇത് നമ്മൾ സ്റ്റെയർ റൂമിൻ്റെ പോലെ നമ്മളെല്ലാം പുതിയ ജനൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ മാമന്മാരും ചേട്ടന്മാരും കൂടെ പണിയുന്ന കേട്ടാ. നമ്മുടെ മാമന്മാരും എൻ്റെ ചേട്ടന്മാരും പണിയുന്നതെന്ന് പറയുമായിരുന്നു. മാമനാ കേട്ടാ, പപ്പിയുടെ മാമനാണ്. ഇത് സുരേണ്ണ കേട്ടാ. നമ്മുടെ കുറേ നാൾ മീൻ പിടിക്കാൻ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു കേട്ടോ. അണ്ണൻ ഇപ്പം മേശപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ സഹോദരൻ ചേട്ടനാ കേട്ടാ. ഇതിപ്പോൾ സ്റ്റെയർ റൂമാണ് നമ്മൾ പണിതുകൊണ്ടിരിക്കുക. ബാക്കി ജനലും ഇതുമെല്ലാം വെച്ച് കഴിഞ്ഞിപ്പോൾ. ഇന്നലെ വിജീഷിൻ്റെ ഒക്കെ എവിടെയായിരുന്നു, വെട്ടിക്കര് തൂട്ടി. നമുക്ക് ഈ പോർഷൻ കെട്ടി അടയ്ക്കാവുള്ളൂ കേട്ടെ. നമ്മളെ അവിടെ ഒരു ജനലിരുന്നേ, അത് സ്റ്റെയറിൻ്റെ നേരെ ആയതുകൊണ്ട് നമ്മൾ അവിടെ കെട്ടി നമ്മളങ്ങ് അടയ്ക്കും. നമ്മൾ അടുക്കളയിൽ ഇതെല്ലാം വെച്ചു കേട്ടെ. ഇവിടെ ഒരു കഥ. അപ്പം ഇവിടെ വീട് പണി ഇപ്പം എവിടം വരായി. അപ്പം വീട് പണി ചോദിക്കുന്നവരുണ്ട്. അപ്പം മാക്സിമം ഒന്ന് എല്ലാവരുടെ ഒന്നും പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഉണ്ടാകണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. അപ്പം ഇതിന് തൊട്ട് പുറകെ തന്നെ നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ ഇതിന് തൊട്ട് പുറകെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പം മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് കഴിഞ്ഞുകൊണ്ട് നമുക്കിനി വയറിങ് ചെയ്യണം, പിന്നെ പ്ലംബിങ്ങിൻ്റെ പരിപാടിയുണ്ട്.